രീതിയിലുള്ള അറിവുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ നിന്ന് കിട്ടാനുണ്ട്. എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഞാൻ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇനിയും വരുത്താനുണ്ട് എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ എനിക്ക് എന്ത് മാറ്റമാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി ഞാൻ വരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാവരും ആകാംക്ഷയായിട്ടിരിക്കുക. അതുപോലെ വേണ്ടുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മളെല്ലാവരും അല്ലെ ജീവിതത്തിൽ എല്ലാവരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നവരാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ജോലികൾ അല്ലെ ഈ ഒരു പ്രായത്തിനടുത്ത് തന്നെ ഒരു ജോലിയിലല്ല പല ജോലിയിലും നമ്മൾ കയറി ഇറങ്ങി പോയിട്ടുണ്ടാവും. ഇതിനാണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ നമ്മൾ ആരെങ്കിലും എല്ലാവരും തന്നെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ ജീവിച്ചവരുണ്ടാവും. പക്ഷെ എല്ലാവരുടെയും ലൈഫ് സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും നോ എന്ന് തന്നെയായിരിക്കും ആൻസർ. കാരണം ജീവിതത്തിൽ അങ്ങനെ എല്ലാവർക്കും വിജയിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. വിജയിച്ച ആളുകളില്ലേ, ജീവിതത്തിൽ വിജയിച്ച ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരും ഇതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ പല രീതിയിൽ പല വഴിക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവരും വിജയത്തിന്റെ മാധുര്യം തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അല്ലാതെ അവരുടെ ആദ്യത്തെ സംഭവം തന്നെ വിജയിച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം ചെയ്ത ജോലി സക്സസ് ആയി വിജയിച്ചു പോയവരൊന്നും അല്ല. ഒരു എക്സ്പെരിമെന്റ് ഒരു കണ്ടുപിടുത്തം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൽ പല പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും അവരുടെ ഒരു കണ്ടുപിടുത്തം എക്സ്പെരിമെന്റ് ഒക്കെ സക്സസ് ആയിട്ടുണ്ടാവുന്നത്. അപ്പൊ പല പ്രാവശ്യം പരാജയപ്പെടുന്ന സമയത്തും ആ പരാജയത്തിൽ നിന്നും ഞാൻ എങ്ങനെ വിജയിക്കണം, അല്ലെങ്കിൽ ആ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് ആ ഒരു പരാജയത്തിന്റെ കാരണം വരാണ്ടിരിക്കാൻ വേണ്ടി നോക്കിയാണ് അവർ അടുത്തതിലേക്ക് വിജയിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പല മേഖലയിൽ കടന്നു ചെന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ എല്ലാം മുമ്പിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ഒരു ബിസിനസ്സിലൂടെ സക്സസ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പ്ലാൻ പറഞ്ഞ ആരൊക്കെയോ പറഞ്ഞ സമയത്ത് നമുക്കൊരു കോൺഫിഡന്റ് തോന്നിയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിനോട്. ആ ഒരു കോൺഫിഡന്റിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇഷ്ടത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ. അതല്ലാതെ നമ്മളോട് മറ്റുള്ളവരെ നിർബന്ധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ ഓർത്ത് വന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആളുകളും നല്ലതുപോലെ ആലോചിച്ചിട്ട് എടുത്ത തീരുമാനത്തിന്റെ പുറത്ത് ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളവരാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിജയിക്കില്ല. കാരണം എന്റെ ടീമിൽ തന്നെ ഇപ്പൊ ഒരു 800-ന് മുകളിലെ ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ. അതിൽ ഇപ്പൊ അവരെല്ലാവരും വിജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 800 പേരും എന്റെ കൂടെ ജോയിൻ ചെയ്ത് അത് 100 സ്റ്റിക്ക് എടുത്തിട്ടുണ്ടെങ്കിലാണ് 800 പേര്. ഇപ്പൊ നമുക്കറിയാം 5 പോയിന്റിനും 25 പോയിന്റിനും ഒക്കെ 50 പോയിന്റിനും ഒക്കെ ഐഡിയകൾ വരുന്നുണ്ട്. ആ സമയത്ത് ഇതിന്റെ ഇരട്ടി ആളുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്റെ കൂടെ വന്നിട്ടുള്ള ഒരു 1000-ന് മുകളിൽ ആളുകൾ ഇതിനകത്ത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് ജോയിൻ ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരാളും ജീവിതത്തിലോ ഈ ബിസിനസ്സിലോ സക്സസ് ആവില്ല. ഇതിൽ സക്സസ് ആവണമെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഈ ഒരു മീറ്റിംഗിൽ കയറിയിട്ടുള്ളത് എത്ര പേരാ? 100 പേരാണ് കയറിയിട്ടുള്ളത് അല്ലെ. വെറും നമുക്ക് എന്ത് പറയാൻ പറ്റും, വളരെ കുറഞ്ഞൊരു ശതമാനം ആളുകളാണ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ, ഒരു 10% ആളുകൾ അല്ലെങ്കിൽ 15%, 20% ആളുകളുടെ അടുത്ത് മാത്രമാണ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗിലേക്ക് ജോയിൻ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബിസിനസ്സിൽ ജോയിൻ ചെയ്തെന്നുള്ള കാരണം കൊണ്ട് മാത്രം നമ്മൾ സക്സസ് ആവുന്നില്ല. ഏതൊരു കാര്യവും ജീവിതത്തിലാണെങ്കിൽ പോലും വിജയിച്ചത് 100%-ൽ 1% ആളുകളാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിലും വിജയിക്കാൻ പോകുന്നത് അതുപോലെയുള്ള ഒരു 10-20% ആളുകൾ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലും സക്സസ് ആവാൻ പോകുന്നുള്ളൂ അല്ലെ. ആ ആളുകളാണ് ഇപ്പൊ ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഇത്രയും ആളുകളും വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എപ്പോഴാ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എടുത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ അതിന് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇപ്പൊ ഇരിക്കുന്ന 20% ആളുകളിൽ നിന്നും ഒരു 10%, 20% ആളുകളാണ് വിജയിക്കാൻ പോകുന്നത് അല്ലെ. ആ 20%-ൽ നിങ്ങൾ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പൊ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 വർഷമായി അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു ടോപ്പ് 100 ലിസ്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനകത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അല്ലെ നമ്മൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കമ്പനി ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. ആ സമയത്ത് തന്നെ ഒരു ആദ്യത്തെ 100 ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന 100 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ തന്നെയായിരിക്കും എന്ന് 100-ൽ തന്നെ ഉണ്ടാവുക. നമ്മളൊന്നും അതിനകത്തേക്ക് എത്തില്ല. അതേപോലെ ഞങ്ങൾ കയറിയ സമയം മുതലേ കേൾക്കുന്നുണ്ട് 2025-ൽ ഒരു 1000 കോടീശ്വരന്മാരെ കമ്പനി സൃഷ്ടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എന്തോരം ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങളുടെയൊക്കെ ഐക്യ നമ്പർ 4 ലക്ഷത്തിലാണ്. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊക്കെ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ 2025-ൽ കോടീശ്വരന്മാരാവുന്നു എന്ന് പറഞ്ഞതിലൊന്നും ഞങ്ങൾ വരില്ല എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനിങ്ങനെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഹസന സാർ നിൽക്കുന്നത് 110-ാമത്തെ ആളായിട്ടാണ് ഹസന സാർ ഉള്ളത്.
അതായത് ആദ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന 110ാമത്തെ ആളില് ഹസനാൻ സാറിന് ഉൾപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തൊരു റാങ്ക് ആൾ കയറുന്ന സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ആള് ആദ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ഭിത്തികാട്ടിൽ വാങ്ങിക്കുന്ന 100 പേരുടെ പട്ടികയിലേക്ക് ആൾ കയറുന്നുള്ള കാര്യം ഒരു മാസം 2 മാസത്തിനിടയ്ക്ക് എന്തായാലും അത് സംഭവിക്കാൻ പോവാണ്. അപ്പോ ഞാൻ എന്ന് ജോയിൻ ചെയ്തു എന്നുള്ളതൊന്നും ഇതിനകത്ത് പ്രധാനമല്ല. നമ്മൾ എങ്ങനെ വർക്ക് എടുക്കുന്നു, നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് എങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവാനുള്ള കാരണം. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ജീവിതത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ബന്ധപ്പെട്ട പല മേഖലയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം ഇപ്പൊ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു 3 വർഷം കൊണ്ട് ഒരു 27 ലക്ഷം രൂപയോളം ഏൺ ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ചെയ്ത് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരിക്കലും ഇതൊരു മോട്ടിവേഷനോ മറ്റുള്ള കാര്യങ്ങളല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. ഫസ്റ്റത്തെ ഒരു സെഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ BTP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് ഉള്ളത് അല്ലെ. ചിലപ്പോൾ ആദ്യമായിട്ട് BTP കിട്ടുന്നവരുണ്ടാവും. BTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. നമ്മുടെ കൂടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾക്ക് ഇതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വളരെ ചെറിയൊരു പ്രോഗ്രാം, വളരെ ചെറിയ രീതിയിൽ അവർക്ക് നിസ്സാരമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷനാണ് BTP എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെഷനിൽ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കച്ചവടമാണ് അല്ലെ. ആ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു കട ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിനകത്തൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ സ്റ്റോറിനെല്ലാം തന്നെ ഒരു പേര് കമ്പനി തന്നിട്ടുണ്ടാവും അല്ലെ. അതൊരു നമ്പർ ഇട്ടിട്ടാണ് തരുന്നത്. IQ എന്ന് പറയുന്ന ഒരു നമ്പർ ഇട്ടിട്ട് നമ്മുടെ എല്ലാവരുടെയും IQ നമ്പർ, നിങ്ങളുടെ എല്ലാവരുടെയും കടയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അറിയാവോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റോർ ഏതാണെന്നുള്ളത്? നിങ്ങളുടെ IQ നമ്പർ അറിയാവുന്നവരാണോ എന്റെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരും? എന്റെ ഫ്രണ്ടില് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്കിൽ അത് എഴുതി വെക്കുക. എനിക്ക് എന്റെ IQ നമ്പർ ആരാ തരേണ്ടത് അല്ലെ. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ആർക്കാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തത് അവരോട് നിങ്ങളുടെ IQ നമ്പർ ചോദിച്ചു വാങ്ങിക്കുക. ഈ IQ നമ്പർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കടയുടെ പേരാണ് അല്ലെ. നമ്മളിപ്പോ പുറത്ത് സീമാസ്, ഓപ്ഷൻസ്, അതല്ലെങ്കിൽ കുറെ അധികം ബേക്കറികളുടെ പേരുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കടയുടെ പേരാണ് നമ്മുടെ IQ നമ്പർ എന്ന് പറയുന്നത്. ആ കടയ്ക്ക് എന്തുണ്ട്, ഒരു താക്കോലും ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ കട വെറുതെ അങ്ങ് തുറന്നു വെച്ചിട്ട് പോകാൻ പറ്റില്ല. കടയ്ക്ക് എന്തുണ്ട്, ഒരു താക്കോൽ ഉണ്ടാവും. അതാണ് അതിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ IQ നമ്പറും പാസ്വേഡും അറിയാവോ എന്നുള്ളത് നോക്കാം. അറിയില്ലെങ്കിൽ നിങ്ങളെ ആരാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഡീറ്റെയിൽസ് ആർക്കാണോ കൊടുത്തത്, ഫണ്ട് ആർക്കാണോ കൊടുത്തത്, അവരോട് ചോദിക്കുക. നിങ്ങളുടെ IQ നമ്പറും പാസ്വേഡും ഇട്ട് തരാനായിട്ട് പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പൊ എന്തായാലും ഈ ഒരു മീറ്റിംഗിൽ കയറിയിരിക്കുന്നവരെല്ലാവരും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയത്, നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ഇനി നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ അല്ലെ, നിങ്ങൾ പല ആളുകളെ ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾ പല ആളുകളെയും കൊണ്ടുവന്നിട്ടുണ്ടാവും ഈ ഒരു ബിസിനസ്സിലേക്ക്. അവരെ എല്ലാവരെയും ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാവരെയും, ഇപ്പൊ നമുക്കറിയാം ഒരു പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും തന്നെ നമുക്ക് ജോയിനിങ്സ് നടക്കുന്നുണ്ട്. പക്ഷെ പല ആളുകളെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. മനസ്സിലായോ? അപ്പോ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്ത ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ കൂടെ വരുന്ന ആളുകളെ അതിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ ഈ ബിസിനസിനെ പറ്റി പഠിക്കുന്നത്. അപ്പൊ എല്ലാ ലീഡേഴ്സും, അത് SC ലീഡറും ശ്രദ്ധിക്കുക, അതുപോലെ സ്പോൺസർമാരും ഓരോരുത്തരും ഈ ഒരു ബിസിനസ്സിലേക്ക് പരിചയപ്പെടുന്ന ഓരോ ലീഡേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരുന്നവരെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു 3 പേരെ ആയിരിക്കും. ആ 3 പേര് നിങ്ങൾ നിൽക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യുക. അപ്പൊ അത് നിങ്ങളൊന്ന് എഴുതി വെക്കണം. നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ബുക്കിലൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് തന്നെ പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഒരു TROന്റെ കൂപ്പൺ ഓഫർ നടക്കുന്നുണ്ടല്ലേ. പല ആളുകളും എനിക്ക് കിട്ടിയ സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഞാൻ അതുകൊണ്ട് അത് എഴുതി വെക്കുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അശ്രദ്ധ മതി. നമ്മുടെ കൂടെ നമ്മളൊരു NSTM ആക്കാൻ പോകുന്ന ഒരാളെയായിരിക്കും നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന ഓരോ വ്യക്തികൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരെല്ലാം നമ്മൾ എന്താക്കണം, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റർ അല്ലെ, നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു വെൽക്കം പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ പേരൊക്കെ വെച്ച് നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വെൽക്കം പോസ്റ്റർ അല്ലെ. അത് കിട്ടേണ്ടത് നിങ്ങളുടെ ഒരു അത്യാവശ്യമാണ്. അത് അങ്ങനെ കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, അതല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനും. അതുപോലെ നിങ്ങൾ പുതിയ റാങ്കുകളിലേക്ക് അല്ലെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കമന്റ് 7ാമത്തെ റാങ്കിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ 7ാമത്തെ റാങ്കിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്നെ ഒന്ന് പ്രൊമോഷൻ ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ് മുതൽ ഫസ്റ്റ് റാങ്ക് ആയിപ്പോഴുള്ള ഫോട്ടോസ്, സെക്കൻഡ് റാങ്ക് ആയിപ്പോഴുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും,
ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇടും. ആ സമയത്താണ് നമ്മുടെ ഒരു വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ജോയിൻ ചെയ്തുള്ളതിന്റെ തെളിവാണ് ആ ഒരു സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലീഡേഴ്സിനോട് അത് ചോദിച്ചു വാങ്ങിക്കണം. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. കാരണം അത് നമുക്ക് വീണ്ടും നമ്മുടെ പല പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അല്ലെ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമ്മുടെ സ്വപ്ന മേഡം കമ്പനിയുടെ 3ാമത്തെ റാങ്ക് ആയപ്പോഴുള്ള ഫോട്ടോ വന്നല്ലേ. അതുപോലെ നമ്മുടെ രഞ്ജിലാൽ സാറ് കമ്പനിയുടെ 4ാമത്തെ റാങ്ക് ആയപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അത് അവർ എവിടെ നിന്ന് കിട്ടിയവർക്ക് അത് അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു ബിസിനസിന്റെ റിയാലിറ്റി മനസ്സിലാകുന്നത്. അവർ നമ്മളെ പോലെ 1, 2, 3, 4 റാങ്ക് ഒക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ട് കമ്പനിയുടെ 13ാമത്തെ റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. ഇതുപോലെ നമുക്കും എത്താൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് നമ്മൾക്ക് ഇതൊക്കെ സേവ് ചെയ്ത് വെച്ച് അവരുടെ ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്താണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു വെക്കണം. അതുപോലെ ഓരോ റാങ്കും അച്ചീവ് ചെയ്ത് പോകുന്ന സമയത്ത് റാങ്ക് അച്ചീവ് ചെയ്ത ലീഡേഴ്സിനോടാണ് അതും നമ്മൾ എന്താക്കുമെന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 14 ബൈലോസ്, നിങ്ങൾ ടീം ഒളിമ്പ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു വന്നതിന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 14 പോയിന്റ് ഉൾപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സ് ഇട്ട് തന്നിട്ട് കേട്ടോ. കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. അത് നിങ്ങൾ വായിച്ചു നോക്കണം. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ നിങ്ങൾ അത് വായിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ അല്ലെ. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ ഒരു ബിസിനസിനെ പറ്റിയും ബിസിക്കാട്ട് എന്താണെന്നോ നെറ്റ്വർക്ക് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ. നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കണം അല്ലെ. നമ്മൾ എത്രമാത്രം പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് ഇതിനകത്ത് കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ കിട്ടുന്ന ബൈലോസ് നമ്മൾ എന്താക്കാം, നമ്മളൊന്ന് ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് വായിച്ചു നോക്കാം. അപ്പോഴാണ് നമുക്ക് ഓരോ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. അതിനുശേഷം നമ്മൾ ആഴ്ചയിലെങ്കിലും വായിക്കുന്ന രീതിയിലേക്ക്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചേർക്കുന്ന ആളുകൾക്കും ഇത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. മനസ്സിലായി. നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ. നമുക്കിത് നമ്മുടെ കൂടെ വരുന്ന അല്ലെ. നിങ്ങൾ ഓരോരുത്തരും കുറെ ആളുകൾ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാനും നമുക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, താഴെയുള്ളവർക്ക് കൊടുക്കാനും പറ്റണം. അതുകൊണ്ട് ഇത് വെറുതെ ജസ്റ്റ് കണ്ടു പോകാതെ നമ്മൾ ഇത് നമ്മളൊന്ന് സേവ് ചെയ്ത് വെച്ച് നമ്മൾ ചേർക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു ബൈലോസ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാവർക്കും, ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ 14 ബൈലോസ് കിട്ടിയതാണ്. 14 കാര്യങ്ങൾ വരുന്ന ബൈലോസ് കിട്ടിയാണ്. ഒളിമ്പിലേക്ക് ചേർന്നതിന് സ്വാഗതം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു 14 ബൈലോസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്പോൺസർ ഇട്ട് തരേണ്ട ഒരു കാര്യമാണ് ഫിജി കാർഡിനെ പറ്റിയിട്ടുള്ള പ്ലാൻ പ്രസന്റേഷന്റെ ഒരു വീഡിയോ. പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തിനാ ഈ പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോ ഇട്ട് തരുന്നത്? നമ്മളത് ഫ്രീ ടൈമിൽ ഒന്ന് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കേൾക്കുക അല്ലെ. പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോ ആകുമ്പോൾ നമ്മളത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സോറി കേട്ടോ, ഇതൊരു ജസ്റ്റ് വന്നിട്ടൊന്ന് ഡോറ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയതാണേ. അപ്പോ നമുക്ക് എല്ലാവർക്കും അല്ലെ ഒരു PDF അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ, പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. ഹെഡ്സെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളതൊന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് അതൊന്ന് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും ക്ലിയർ ആക്കാൻ പറ്റുന്നത്. അത് തന്നെയല്ല നമ്മൾ ഒരാളോട് പ്ലാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നമുക്ക് ഈ PDF എന്താ അല്ലെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യാം, അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെ. അവർ പറയും എനിക്ക് സമയമില്ല, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് തന്നേക്ക്, ഞാൻ കണ്ടോളാം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഉണ്ടായിരിക്കണം. അതുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലും? ഇല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ലീഡറോട് ചോദിച്ചു വാങ്ങിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് കേട്ടിരിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. IQ നമ്പർ, പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം അല്ലെ. ഇത് നമ്മുടെ കയ്യിൽ വെക്കുന്നതിനാ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാൻ, നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെ. ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോളോ അപ്പിന്റെ സമയത്ത് നമുക്ക് ഇതിന്റെ വീഡിയോ, പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോ ഇട്ട് കൊടുക്കാം. അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് സേവ് ചെയ്തിടണം എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഉണ്ടാവണം, നമ്മൾ കൊണ്ടുവന്നവർ ഗ്രൂപ്പിൽ ഉണ്ടാകണം, അതുപോലെ നമ്മുടെ IQ നമ്പറും പാസ്വേഡും നമ്മുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്ററുകളും അതുപോലെ പ്ലാൻ പ്രസന്റേഷന്റെ വീഡിയോയും ഒക്കെ മെയിൻ ആയിട്ട് 14 ബൈലോസ് കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ലീഡറോട് ഒന്ന് ചോദിച്ച് വാങ്ങിക്കുക. അത് ആരുടെയും കാരണം അപ്ലൈ ലീഡേഴ്സിന് ഒരുപാട് പേര് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവരത് മറന്നു പോകും. അപ്പൊ ഏറ്റവും നല്ലത് സ്പോൺസറുടെ കയ്യിൽ നിങ്ങൾ ആരാണ് ഇത് പരിചയപ്പെടുത്തിയത് അവരോട് ചോദിക്കുക, അവര് നിങ്ങൾക്ക് ഇത് ഇട്ട് തരും. കിട്ടാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ആരുടെയും കുറ്റമല്ലാട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരിക്കലും അവരുടെ കുറ്റമല്ല. അവരും ഈ ഒരു ബിസിനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരേപോലെ വരുന്നവരാണ്. ചില ആളുകൾ അതിന്റെ റിസ്ക് എടുക്കും, ചില ആളുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യും, ചില ആളുകൾ പതുക്കെ പഠിച്ചു വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മളെപ്പോഴും നന്നായിട്ട് ചെയ്യുന്നവരായിട്ട് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഫിജി കാർഡിന്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു കച്ചവടമാണ്. നമുക്ക് കടയില്ലാണ്ട് നമ്മൾ എങ്ങനെ കച്ചവടം ചെയ്യും അല്ലെ. നമ്മുടെ കടയിൽ എന്ത് സാധനങ്ങളുണ്ട്. ഒരാൾ ചോദിക്കുകയാണ് നമ്മുടെ കടയിൽ പഞ്ചസാര ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ അപ്ലൈനെ വിളിച്ച് ചോദിക്കാൻ പറ്റുമോ കടയിൽ പഞ്ചസാര ഉണ്ടോ എന്ന്. ആ കടക്കാരൻ അങ്ങ് പോകുമല്ലേ, അല്ലെങ്കിൽ ആ വാങ്ങിക്കാൻ വന്ന കസ്റ്റമർ ആ വഴിക്ക് അങ്ങ് പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്തുണ്ടാവണം, നമ്മുടെ കടയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. അതിന് കടയുണ്ടെന്നുള്ളൊരു ബോധ്യമെങ്കിലും നമുക്ക് വേണ്ടേ. നമ്മൾ ചെയ്തൊരു കച്ചവടമാണ്. ആ കട നമുക്ക് എന്തുണ്ട് നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് കിട്ടിയ IQ നമ്പർ അല്ലെ, ആ IQ നമ്പർ വെച്ചിട്ട് അത് ലോഗിൻ ചെയ്യാൻ ഇതിനകത്ത് എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാവോ? നമ്മുടെ IQ നമ്പർ വെച്ചിട്ട് എല്ലാവരുടെയും കട, അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ IQ നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണോ, ലോഗിൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് പേരാണെങ്കിലും ചാറ്റ് ബോക്സ് യൂസ് ചെയ്താലും നല്ലതാണ്. കാരണം എങ്കിലാണ് അറിയാൻ പറ്റും. എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാലും കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെ. കാരണം ഞാൻ ഇങ്ങനെ പറയും എന്റെ ലീഡർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ എന്താക്കാം ഒരു മേഡത്തിന് അത് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു അപ്ലൈ ലീഡർക്ക് എന്ത് തോന്നുന്നത് അവർക്ക് കിട്ടിയിട്ടില്ലാലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇല്ലാത്തവരുണ്ടെങ്കിലും അതൊന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ ആ കട നമ്മുടെ ഫോണിൽ ഉണ്ടാവണം. എങ്കിലാണ് ഈ കടയിലുള്ള സാധനങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ കടയിൽ എന്തെല്ലാം ഉണ്ടെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാം കൂടെ നമുക്ക് എന്തായാലും പെട്ടെന്ന് പഠിക്കാനൊന്നും പറ്റില്ല. എങ്കിൽ പോലും ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാണ് ഫിജി കാർഡിന്റെ ആപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്നും ഫിജി കാർഡ് എന്ന് പറയുന്ന ഫിജി കാർഡ് PHYGICART എന്ന പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ വരും അല്ലെ. ആ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അപ്ലൈനോട് ഒന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ അടുത്തൊരു സെഷൻ എന്തായാലും നമ്മൾ ഒരു ട്രെയിനിങ് പോലെ നമ്മുടെ ടീമിലുള്ളവരെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. അതിൽ നമ്മൾ എങ്ങനെ ആപ്പ് ലോഗിൻ ചെയ്യണമെന്നും പ്രോഡക്റ്റിൽ എങ്ങനെ നോക്കണമെന്നും എന്താണ് ഫിജി കാർഡിന്റെ പ്ലാൻ എന്നും എന്തുകൊണ്ട് നമ്മൾ ടീം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഓരോരോ സെഗ്മെന്റ് ആയിട്ട് 1 മണിക്കൂർ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വഴി നിങ്ങളുടെ അപ്ലൈനോട് ചോദിച്ചാൽ അവരത് കാണിച്ചു തരികയും ചെയ്യും അല്ലെ. അപ്പൊ അത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൽ നിങ്ങളുടെ IQ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുക. അതിൽ നമുക്ക് എന്തെല്ലാം ഫോണിൽ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓരോരുത്തരും നിങ്ങളോട് ഇപ്പൊ TV ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ TV അടിച്ചു നോക്കുക അല്ലെ. വാഷിംഗ് മെഷീൻ ഉണ്ടോ, വാഷിംഗ് മെഷീൻ അടിക്കുക. അപ്പൊ അതിന്റെ പോയിന്റ് എത്രയുണ്ട്, എന്തുകൊണ്ട് നമ്മൾ പറയുന്നു വാഷിംഗ് മെഷീനും TVയും ഫ്രിഡ്ജും ഒന്നും നമ്മുടെ ഫിജി കാർഡിൽ നിന്ന് കൊടുക്കണ്ട എന്ന് പറയുന്നതിന്റെ കാരണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പല ആളുകളും ചോദിക്കും എന്തെന്ന് പറയും തരില്ല എന്താ കാര്യം എന്ന് ചോദിക്കും അല്ലെ. പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. കാരണം എന്താ, നമുക്ക് ഒരു 5400 രൂപയ്ക്ക് 25 പോയിന്റ് ടീഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 25 പോയിന്റ് ഉണ്ട്. 5400 നമ്മളൊരു 5 ടീഷർട്ടും ഒരു ടർക്കിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ 25 പോയിന്റ് കിട്ടും. നമുക്കത് കമ്മീഷനായിട്ട് കയറുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് പെട്ടെന്നാകുകയും ചെയ്യും. അതേസമയം 25,000 രൂപയുടെ ഫ്രിഡ്ജ് എടുത്താലും കിട്ടുന്നത് 1 പോയിന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അത്രയും വലിയൊരു സംഭവം. പിന്നെ ഈ ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്പനിയുടെ ആയിരിക്കില്ല അത്. ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ട മോഡൽ ആയിരിക്കില്ല. അപ്പൊ അതൊക്കെ ഒരു റിസ്ക് ആവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ നമ്മൾ വേണ്ടത്. അപ്പൊ ഈ ഓരോ പ്രോഡക്റ്റുകളും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അവരെ നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫിജി കാർഡിന്റെ ആപ്പിൽ അവരെന്ത് പ്രോഡക്റ്റ് ചോദിച്ചോട്ടെ അത് ഉണ്ടോ എന്ന് നോക്കാനെങ്കിലും നമുക്കറിയാം. മുകളിൽ സെർച്ച് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവർ പറയുന്ന സാധനം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും അല്ലെ. അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ വരുമാനം കയറുന്നത് എങ്ങനെ കാണാൻ പറ്റും, ഇത് കയറിയിട്ടുണ്ടോ അക്കൗണ്ടിലേക്ക്, അത് ഈ വാലറ്റിൽ വന്ന് കിടക്കുകയാണോ. എന്നോട് ഒരാൾ പറഞ്ഞു എന്റെ താഴെ ഒരാൾ ഇട്ട് അടിക്കാൻ പറഞ്ഞു അല്ലെ, അത് അയാളുടെ താഴെ തന്നെയാണോ അടിച്ചത്. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ റഷീദ മേഡം എന്നോട് പറയാണ് മേഡം ഇന്ന ആളെ എന്റെ താഴെ അടിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ തന്നു കഴിഞ്ഞാൽ ഞാൻ റഷീദ മേഡത്തിന് താഴെ തന്നെയാണോ അടിച്ചത്, റഷീദ മേഡത്തിന് നോക്കാൻ പറ്റണോ അല്ലെ. അതൊക്കെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം എങ്ങനെയാന്നുള്ളത്. അതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് പഠിക്കേണ്ടത്. പക്ഷെ എന്താവണം, ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ഈ ആപ്പ് ഉണ്ടാകണം.
അതിൽ നമ്മൾ നമ്മുടെ IP നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനെ ഒന്ന് അടുത്ത് കാണുന്ന സമയത്ത് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ പഠിക്കാനായിട്ട്. പിന്നെ ഇനിയിപ്പോ നമ്മുടെ ആപ്ലിക്കേഷനിൽ സോഫ്റ്റ്വെയറിൽ കുറച്ച് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്നലെ മുതൽ ഇന്നലെ രാത്രി മുതൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നില്ല, പല ഫംഗ്ഷൻസും വർക്ക് ചെയ്യുന്നില്ല അതിനകത്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കുറച്ച് അപ്ഡേഷൻ ആകുന്നുണ്ട്, കുറെ മാറ്റങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അപ്ഡേഷൻസ് സോഫ്റ്റ്വെയറിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിച്ചാലും ചിലപ്പോ വീണ്ടും പഠിക്കേണ്ടി വരും, കാരണം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നുണ്ട്. എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലേ, വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് ഒരു കച്ചവടമാണ് അല്ലെ. ഈ കച്ചവടത്തിന് നമുക്ക് കുറെ ആളുകൾ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ കടയാക്കി, അതുപോലെ കടയുടെ പേരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എല്ലാം സെറ്റായി. പക്ഷെ നമ്മളിത് ആരോടും പറയാതെ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ കടയിൽ കച്ചവടം നടക്കുമോ? ഇല്ല. നമ്മൾ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്, ഒരു കടയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ബ്യൂട്ടി പാർലറാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഹോട്ടലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു നോട്ടീസ് അടിച്ചിറക്കും അല്ലെ, ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെയാണ്, നിങ്ങൾ ഒന്ന് സഹകരിക്കണം, അല്ലെങ്കിൽ അനൗൺസ്മെന്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ ആളുകൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയച്ചതൊന്ന് സ്റ്റാറ്റസ് വയ്ക്കുമെന്ന് ചോദിക്കും അല്ലെ. പല രീതിയിലും അത് അവർ ചെയ്യുന്നത് പ്രൊമോഷൻ ചെയ്യാറുണ്ട്. അതുപോലെ അവരെന്താക്കുന്നുണ്ട്, ആരൊക്കെ വരും എന്നുള്ളൊരു കാറ്റഗറി ഒരു ലിസ്റ്റ് ഇടുന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കച്ചവടം ആരിലേക്കൊക്കെ എത്തിക്കണം, എങ്ങനെ എത്തിക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ഇടണം. നമുക്ക് ഈ ഒരു ബിസിനസ് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാലേ നമ്മുടെ ബിസിനസ് നടക്കുള്ളൂ. ഈ ഒരു കച്ചവടം നടക്കണം അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ഇടണം. ആ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് ഇരുന്ന ഇരിപ്പിൽ തന്നെ 200 പേരുടെ ലിസ്റ്റ് ഒന്നും നമ്മൾ ഇടണ്ട. പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ എന്നോട് ലീഡർ പറഞ്ഞു 200 പേരുടെ ലിസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു, 100 പേരുടെ ലിസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു, എനിക്ക് അത്രയും ആളുകളില്ലല്ലോ. ഈ രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ പതുക്കെ പതുക്കെ ലിസ്റ്റ് ഇട്ട് പോവുക. നമ്മുടെ ഓർമ്മയിൽ കിട്ടുന്ന ആളുകളെയൊക്കെ വെച്ചിട്ട് ലിസ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ലിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. തുടക്കക്കാർ പ്രത്യേകിച്ചും ഒരു ദിവസം നമ്മൾ 3 പേരുടെങ്കിലും പ്ലാൻ പറയാൻ നമ്മൾ ആളെ കണ്ടെത്താം. തുടക്കക്കാർക്ക് ഒരുപാട് കോൺടാക്റ്റുകൾ ഉണ്ടാവും അല്ലെ. തുടക്കക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കുറെ അധികം ആളുകൾ കടന്നു പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അത് ജോയിൻ ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഒരാൾ പോലും ഇല്ലാതെ ഒരു മനുഷ്യൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല അല്ലെ. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ 2-3 വ്യക്തികളോട് നമ്മൾ പ്ലാൻ പറഞ്ഞു, ഉടനെ അവർ പറഞ്ഞു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ നെഗറ്റീവായി പിറ്റേന്ന് ഒരു 7 AM കയറില്ല, മീറ്റിംഗിൽ കയറില്ല, ചേർത്ത ആളോട് മിണ്ടില്ല, അല്ലെങ്കിൽ അവർ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ഈ രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകും. എന്താ കാരണം, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് ഈ 3-4 പേരാണ്. അവരോട് പറഞ്ഞ സമയത്ത് അവർ നോ പറഞ്ഞു. ഇനി ഞാൻ ആരോട് പറയും, ഇനി ആരും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഈ 4 പേരെ ഞാൻ പറഞ്ഞാൽ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നാളിലെ ഒരു 30 വയസ്സിന് മുകളിലുള്ളവരാണ് ഏകദേശം എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന എല്ലാവരും ഞാൻ വിചാരിക്കുന്നു. ഈ 30 വർഷം നമ്മൾ ജീവിച്ചിട്ടും ആകെ 4 പേര് അല്ലെങ്കിൽ 10 പേരാണ് നമ്മളെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പറയാനും നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണ് നമ്മുടേത് അല്ലെ. ഇത്രയും ആളുകളെയാണ് നമുക്ക് പരിചയമുള്ളൂ. എന്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന കറക്റ്റ് 2 വ്യക്തികളെ കണ്ടുവച്ചുകൊണ്ടായിരുന്നു. ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ പ്രിൻസിപ്പള്, അത് ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ആള് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞാൽ ആള് ചേരും, പ്രിൻസിപ്പൾ ആണല്ലോ. അപ്പൊ കുറെ പാരന്റ്സ് ആയിട്ട് കണക്ഷൻ ഉണ്ട്, കുറെ ടീച്ചേഴ്സ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. പ്രിൻസിപ്പൾ പറയുമ്പോൾ എല്ലാ ടീച്ചേഴ്സും ചേരും. ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഒരു ധാരണ. അപ്പൊ അതിനൊരു സൈഡിൽ ചേർക്കാം. ഇപ്പത്തെ സൈഡിൽ ആ സ്കൂളിൽ തന്നെ നല്ലൊരു അടിപൊളി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചറെ ഇപ്പുറത്തും ചേർത്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ്. കാരണം 2 പേരും നല്ല പവർഫുൾ, നല്ല വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ കാണുന്നവരുടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കണ്ടിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞ ഉടനെ അവർ ഓക്കെയും പറഞ്ഞു. ഒരു സൗമ്യ അടിപൊളി ബിസിനസ് ആണോ, നമുക്ക് ചെയ്യാട്ടോ, ഉഷാറാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് പിറ്റേന്ന് വിളിച്ചപ്പോൾ പറയണടാ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. ഇതുവരെയായിട്ടും ഇതുവരെയും ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ കമ്പനിയുടെ 7ാമത്തെ റാങ്ക് വരെ എത്തിയല്ലേ. എങ്ങനെ എത്തി? ഞാൻ ആ 2 പേരെ മാത്രം കണ്ടുകൊണ്ട് അവര് നോ പറഞ്ഞു. എനിക്ക് ആരോട് ഞാൻ സത്യം പറഞ്ഞാൽ അവര് നോ പറഞ്ഞ സമയത്ത് എനിക്കും ഉണ്ടായ ഒരു ചിന്താഗതി, ഇനി ആരോട് പറയും. കാരണം പൈസയ്ക്ക് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്, എവിടെ പോകാനും എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ആൾക്കാരാണ് അവര്. അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഹസ്ബൻഡുമാര് സമ്മതിക്കുന്നില്ല, ഫാമിലി സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരാളും എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ എവിടുന്നോ ഞാൻ ഈ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ 7 AM അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വർക്ക് എടുക്കുന്നവർ, അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത ആളുകളെ കണ്ട സമയത്താണ് പലപ്പോഴും എനിക്ക് ഇതുപോലുള്ള ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നാൽ അവരോട് പറയാലോ എന്നൊക്കെ 7 AM അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പല ആളുകളും പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ആളുകൾ കണ്ടപ്പോൾ ഇവരോട് പറയാല്ലേ. ഓട്ടോ ഡ്രൈവറെ കാണുന്ന സമയത്ത് എന്റെ അടുത്തും വരുന്ന ഓട്ടോ ഡ്രൈവറോട് പറയാം, അല്ലെങ്കിൽ മറ്റ് പണികൾ എടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവരോട് പറയാം. അങ്ങനെ ഓരോരുത്തരും മനസ്സിലേക്ക് വന്നത് കൊണ്ട് മാത്രം പിറ്റി കട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ.
അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ ആരോടൊക്കെ പ്ലാൻ പറയണം എന്നുള്ളൊരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും അല്ലേ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 3-4 പേരെ കണ്ടിട്ടുണ്ട്. അവര് നമ്മുടെ കൂടെ ചേരുന്ന ഒരിക്കൽ പോലും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഫസ്റ്റ് പ്ലാൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും ഇതിനകത്ത് ആദ്യം തന്നെ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. മനസ്സിലായോ? എല്ലാവരും പറയും വരാം വരാം ചെയ്യാം നോക്കാം എന്ന് പറയും. അത് പക്ഷെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവർ മാത്രം വരുമെന്ന് വിചാരിച്ചു നിങ്ങൾ അവരെ മാത്രം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം 3 പേരോട് പ്ലാൻ പറയാനായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന രീതിയിലേക്ക് ഓരോരുത്തരും നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എത്ര പേര് ഈ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലേക്ക് എത്ര പേര് ഒരു ദിവസം 3 പേരോട് പുതിയതായിട്ട് പ്ലാൻ പറയുന്നുണ്ടാവും? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. വളരെ ചുരുങ്ങിയ സമയം അല്ലെ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു കോടികൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും ഒരു ദിവസത്തിൽ ഫിജി കാർഡിന് വേണ്ടിയിട്ട്? 7 AM അറ്റൻഡ് ചെയ്യുന്നുണ്ട് 1 മണിക്കൂർ. അതിന്റെ ഇടയ്ക്കിലൂടെ എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. കുട്ടികൾ സ്കൂളിൽ വിടുന്നുണ്ടാവും, വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, മറ്റുള്ള പണിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് പോകുന്നുണ്ടാവും അല്ലെ. അത് ഫിജി കാർഡിന് വേണ്ടി മാത്രമാണ് ആ 1 മണിക്കൂർ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഫിജി കാർഡിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എത്ര മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്? നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്ര സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസം 3 പേരോട് പ്ലാൻ പറയാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു പ്ലാൻ പറയാൻ മിക്കവാറും നല്ല രീതിയിൽ പ്ലാൻ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ എന്തായാലും എടുക്കും. നല്ല രീതിയിൽ പ്ലാൻ പറഞ്ഞ് വേറൊരു ലീഡറുടെ എക്സ്പീരിയൻസ് പറഞ്ഞ് അവര് ഫോളോ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു കുശലാന്വേഷണം ഒക്കെ നടത്തി പ്ലാൻ പറഞ്ഞു വരാൻ എന്തായാലും ഒരു 3/4 മണിക്കൂർ എടുക്കും. അതുപോലെ ഒരു 3 പേരോട് പ്ലാൻ പറയാൻ വേണ്ടുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങൾ ഫിജി കാർഡിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമ്പോ 3 പേരോടാണ് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തന്നെയാണ് അത് വിശകലനം ചെയ്യുന്നത്, നമുക്കാണ് വിജയിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നമ്മളാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു ദിവസം 3 പേരോട് പ്ലാൻ പറയുന്നില്ലെങ്കിൽ അത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളൊരു ലിസ്റ്റ് ഇടുക. ഇന്ന് ലിസ്റ്റ് ഇടുക, നാളെ ഞാൻ ആരോടൊക്കെ പ്ലാൻ പറയണം. അതല്ലാതെ നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആരോട് പ്ലാൻ പറയും? ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കുക, ആരോടൊക്കെ നാളെ പ്ലാൻ പറയണം. ഒരു 3 പേരുടെ ലിസ്റ്റ് ഇടുക. അതും ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ നമ്പർ നിങ്ങളുടെ അപ്ലൈ ലീഡർക്ക് കൊടുക്കാം. മാഡം ഇവരെ ഒന്ന് വിളിച്ച് പ്ലാൻ പറയണോട്ട്. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ സ്വന്തം പ്ലാൻ പറയാം, കോൺഫറൻസിൽ പ്ലാൻ പറയാൻ ശ്രദ്ധിക്കുക. ഇനി ജോലിക്ക് പോകുന്നവർ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് സമയമില്ല, ഇവർ ഉച്ചക്ക് വിളിച്ചാലേ കിട്ടുള്ളൂ, ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിലാണ് കമ്പനിയിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനും മാറ്റം വരുത്താതെ എന്താക്കാം, നമുക്ക് സൊല്യൂഷൻ ആണ് വേണ്ടത്, നമുക്ക് റിസൾട്ട് ആണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വഴികൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ലീഡർക്ക് നമ്പർ കൊടുത്തു, ലീഡർ അതോടെ എന്റെ ഉത്തരവാദിത്വം തീർന്നു. അതല്ല, ഉച്ചയാവുന്ന സമയത്ത് ലീഡർക്ക് ഒന്ന് ജസ്റ്റ് മിസ് കോൾ അടിക്കുക, മാഡം അവരെ സംസാരിച്ചായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക, അവരെ കിട്ടിയോ ഒന്ന് വിളിക്കണം കേട്ടോ, ഇന്നെന്തായാലും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. ആ ലീഡറെ ഒന്ന് ഓർമ്മപ്പെടുത്താനും അവരിലേക്ക് എത്താനും നിങ്ങൾ ശ്രമിക്കുക. കാരണം ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് എന്റെ ബിസിനസ്സാണ്, ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ്സാണ്. അതല്ലാതെ ഒരിക്കലും സുദർശൻ സാറിന്റെയോ അല്ലെങ്കിൽ ജയ മേഡത്തിന്റെയോ ഒന്നും ബിസിനസ് അല്ല ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ് ആണ്. ഇതിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാനാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്താൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിസിനസ് ആണ്, അല്ലാണ്ട് നിങ്ങളുടെ അപ്ലൈൻ്റെയോ നിങ്ങളുടെ ഡൗൺലൈൻ്റെയോ ബിസിനസ് അല്ല. അവർ വഴി അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ വഴി നമ്മുടെ ഡൗൺലൈൻസ് വഴിയൊക്കെ നമുക്ക് വിജയത്തിലേക്ക് എത്താനുള്ള, അപ്പൊ നമ്മളാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. ഓരോ ദിവസവും 3 പേരോട് പ്ലാൻ പറയാനുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഇനി മുതലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ അപ്ലൈ ലീഡർക്ക് നമ്പർ അയച്ചു കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. ചില ആളുകൾക്ക് അപ്ലൈ ലീഡർ പോലും അറിയില്ലായിരിക്കും. മനസ്സിലായോ? ആരാണ് തന്റെ അപ്ലൈ എന്നോ അല്ലെങ്കിൽ തന്നെ ചേർത്തത് എവിടെയാണെന്നോ തന്റെ തൊട്ട് മുകളിൽ അല്ലെ, ചിലപ്പോ ഞാൻ ചേർത്തൊരു വ്യക്തി എന്റെ തൊട്ട് താഴെ ആയിക്കൊള്ളുന്നില്ല, അതിന്റെ താഴെയുള്ള ഒരാളുടെ താഴെ ആയിരിക്കും അല്ലെ. അപ്പൊ തന്റെ മുകളിൽ നിൽക്കുന്നവർ ആരാണെന്നൊന്നും അറിയാത്തവരുണ്ടാവും. അങ്ങനെ ആകരുത്. നമ്മൾ ആരുടെ താഴെയാണെന്നും എന്നെ ചേർത്ത് ഞാൻ ആരുടെ സ്പോൺസറിലുള്ള വ്യക്തിയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക, ഞാൻ ആരുടെ താഴെയാണ്, ഞാൻ എന്റെ സ്പോൺസർ ആരാണ് എന്നുള്ള കാര്യം നമുക്കൊരു ഓർമ്മയുണ്ടാവണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീമിൽ ഇപ്പൊ നിങ്ങൾ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അപ്ലൈന് നമ്പർ ഇട്ട് കൊടുക്കണം, വിളിക്കണം എന്നൊക്കെ അല്ലെ. അപ്ലൈനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള SC ലീഡർ, ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന ലീഡറുടെയും സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന ലീഡറുടെയും തേർഡ് റാങ്കിൽ നിൽക്കുന്ന ലീഡറുടെയും പേരും നമ്പറും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടോ? കുറെ ലീഡേഴ്സിന്റെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന ഇപ്പൊ ഈ തലയാട്ടുന്ന ലീഡേഴ്സ് അല്ലെ, എന്റെ കയ്യിലുണ്ട് മാഡം എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ അതിനകത്ത് ജോസ് ഡൊമിനിക് സാറിനെ വൈഫാന്ന് തോന്നുന്നു, അടുത്തിട്ട് കാണുന്നുണ്ട്. അപ്പൊ 2 പേരെ കാണുന്നുണ്ട്. അപ്പൊ ജോസ് സാർ പറയാണ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോ ജോസ് സാർ കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ ഇവരുടെയൊക്കെ നമ്പർ ഉണ്ടോ? അല്ലെ,
നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ എന്തുണ്ടാവണം? ഈ പറഞ്ഞ എസ് സി ലീഡറുടെയും സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന ലീഡറുടെയും മൂന്നാമത്തെ റാങ്കിൽ നിൽക്കുന്ന ലീഡറുടെ ഒക്കെ നമ്പർ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് നിങ്ങളും ഇവരെ വിളിക്കണം. അതുപോലെ ആ ലീഡർക്ക് ഒന്ന് നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇവരെ ഒന്ന് വിളിക്കണം കേട്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കാം, ഒരു ചാനൽ, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവരെ വിളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഫോണൊന്ന് കംപ്ലൈന്റ് ആയി പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും നമുക്ക് എന്താണ്, പ്രോപ്പർ ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും വർക്ക് നടക്കുകയും ഒക്കെ ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു നിസ്സാര ബിസിനസ് അല്ല. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ എടുക്കാതാണ്. ഒരു ദിവസം പോലും നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ കോൺടാക്ട് ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ താഴെയുള്ളവരെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ആൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അതിനൊക്കെ ഏത് സമയത്തും കംപ്ലൈന്റ് സംഭവിക്കുക അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, നമ്മുടെ അപ്ലൈൻസ് സ്റ്റാഫെ നമ്മുടെ ലീഡേഴ്സിന്റെ നമ്പറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അവരെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് അവരെന്താക്കുക, ഇവരായിട്ടൊന്ന് കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാം പല ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കുന്ന ആളുകൾ എല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണോ? പല ഗ്രൂപ്പിൽ ഞാൻ നോക്കുന്ന സമയത്ത് ലീഡേഴ്സ് അതിന് റിപ്ലൈ ചെയ്യുക, നിങ്ങൾ എത്ര പേര് 7am അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തന്ന വീഡിയോ എത്ര പേര് കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് എത്ര പേര് റിപ്ലൈ കൊടുക്കുന്നുണ്ട്? എത്ര പേര് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും അല്ലെ? പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പുതിയ നല്ല നല്ല വീഡിയോസുകളൊക്കെ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം കിട്ടുന്ന സമയത്ത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിലേക്ക് പോസ്റ്ററായിട്ട് അടിച്ചിടണം. കാരണം നമ്മൾ ഇതിനകത്ത് വന്നത് എന്തിനാ, ഒരു ഇൻകം വാങ്ങിക്കാൻ വേണ്ടിയില്ല, ഒരു വരുമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളതാണ് നമ്മൾ. നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ പോസ്റ്റർ അടിച്ചിടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിലുള്ളവർ അറിയോ? ഇപ്പൊ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയില്ല. കാരണം എന്താ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചു തരുന്നില്ല അല്ലെ. ഞാനൊരു ഏകദേശം ഒരു 5ാമത്തെ റാങ്ക് ആയ സമയത്ത് മുതലേ ഇൻകം പോസ്റ്ററുകൾ അടിക്കുന്നത് കുറച്ചായിരുന്നു. അപ്പൊ എനിക്കൊരു 1064 കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് അടിച്ചിട്ടിരുന്ന സമയത്ത് എന്നോട് മായ മേഡം പറഞ്ഞ, സമയ മേഡം ഇനിയിപ്പോ അങ്ങനെയുള്ള ഇൻകങ്ങൾ നിങ്ങൾ അടിച്ചിടണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഇൻകം പോസ്റ്ററുകളൊക്കെ ഞങ്ങൾ അത്രയും റാങ്കിൽ എത്തിയ സമയത്ത്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിയ സമയത്ത് മായ മേഡം ഒക്കെ പറഞ്ഞിട്ട് അത് അടിച്ചിട്ട് താഴെയുള്ളവരുടെ മതി എന്ന് പറഞ്ഞ സമയത്ത്, കാരണം നമ്മുടെ മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് അല്ലെ. ഇനി വേണ്ടത് താഴെയുള്ളവരുടെ ഇൻകം പോസ്റ്ററുകളാണ്. അവർക്ക് അല്ലെങ്കിൽ എന്താ പറയാ, ഇവർക്ക് ലീഡർമാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു പരാതി വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏകദേശം ഇൻകം കിട്ടുന്നതെല്ലാം, അപ്പൊ അതൊരു ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ആ ഇൻകം കിട്ടുമ്പോൾ പോലും നമ്മൾ എന്താക്കുക, അത് അടിച്ച് ഗ്രൂപ്പിൽ ഇടുക. കാരണം ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇൻകങ്ങൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാനും, അതുപോലെ മറ്റു പലരും മിക്കപ്പോഴും നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, ഞാൻ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, നീ ഫിജി കാർഡിലുണ്ടല്ലേ, അല്ലെങ്കിൽ നീ ഒരു എന്തോ ചെയ്യുന്നുണ്ടല്ലോ, മറ്റേ ആളുടെ സ്റ്റാറ്റസിൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന സമയത്ത് നമുക്ക് അവരോട് ഈ ഒരു ബിസിനസിനെ പറ്റി പറയാനുള്ള ഒരു അവസരം കിട്ടാണ്. അല്ലെങ്കിൽ ചില ആളുകൾ സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മളോട് ചോദിക്കേണ്ടി, നിന്നെ ഒരു ഇതിൽ കണ്ടല്ലോ, എന്താ നീ ചെയ്യുന്നേ എന്ന് ചോദിച്ചിട്ട് ഈ ഒരു പ്രൊമോഷനൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്നുള്ളതാണ് അല്ലെ. ഒന്നില്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ കുറെ പേര് അറിയപ്പെടാനെങ്കിലും നമ്മുടെ ഇൻകം പോസ്റ്ററുകൾ സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താക്കുക, നമ്മുടെ ഇൻകം പോസ്റ്ററുകൾ, അതുപോലെ നമ്മൾ എച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നത് തന്നെ 7am ഒരു മേഡം പറഞ്ഞു, എച്ച് ചെയ്യുന്ന മേഡം പറഞ്ഞു, ആദ്യമായിട്ട് എച്ച് ചെയ്യുന്നതാണ്. ആ ഒരു പോസ്റ്റർ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ആരും വിളിച്ചു ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് ചെറിയൊരു അവസരം ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രമോഷൻ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക. ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, അല്ലാതെ ഞാനിപ്പോ സ്റ്റാറ്റസ് ഇടൂല, കാരണം എനിക്കൊരു ഇൻകം കിട്ടിയാൽ മാത്രമേ ഞാൻ സ്റ്റാറ്റസ് ഇടുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റണം. ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. ഹസന സാറ് സ്റ്റാറ്റസ് ഇട്ടത് 1ാമത്തെ റാങ്ക് എത്തിയപ്പോഴാണ്. ഫസ്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ കമ്പനിയുടെ 1ാമത്തെ റാങ്കിൽ എത്തി. ആ സമയത്താണ് ആള് സ്റ്റാറ്റസ് ഇടുന്നത്. അതിനു മുമ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. മെയിനായിട്ട് ഫാമിലി അറിയാണ്ടാണ്, ഞാൻ അറിയാണ്ടാണ് ആള് ബിസിനസ് ജോയിൻ ചെയ്തത്. സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമ്മൾ കാണുമല്ലോ, അതൊരു വിഷയമായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ചേർന്നതിന് ശേഷമാണെങ്കിലും ആള് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. ഒരു സമയത്ത് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒന്ന് ആകട്ടെ എന്നിട്ട് സ്റ്റാറ്റസ് ഇടാന്നുള്ളതായിരുന്നു. പക്ഷെ ഹസന സാറ് ഫസ്റ്റ് റാങ്ക് ആവുന്നതും സ്വപ്ന മേഡം ഒക്കെ ഇവിടെ കേക്കായിട്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് സാറ് ഫസ്റ്റ് റാങ്ക് ആവുന്നതും മേഡം ഒക്കെ ഇവിടെ കേക്കായിട്ട് വരുന്നതൊക്കെ ഒരു 8 ദിവസമായിരുന്നു. അന്ന് ആ ഫോട്ടോ, കേക്ക് കട്ടിയുന്ന ഫോട്ടോ എടുത്തിട്ട് അന്ന് എന്നെ അപ്പൊ തന്നെ സ്വപ്ന മേഡം പറഞ്ഞു, ഹസന ഇതിപ്പോ തന്നെ സ്റ്റാറ്റസ് ഇടണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഹസനാനെ കൊണ്ട് സ്റ്റാറ്റസ് ചെയ്തു. പക്ഷെ ആ സ്റ്റാറ്റസ് ഇട്ട് എന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിറ്റേന്ന് എന്റെ മോളന്ന് അങ്കമാടിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടുന്ന് അങ്കമാടിയിലേക്ക് പോകുന്ന സമയം ഫുള്ള് എല്ലാരോടും എന്തായിരുന്നു ഇന്നത്തെ വീട്ടിലെ പ്രോഗ്രാം എന്നുള്ളത് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം അത്രയും ആളുകള് ഹസനാന്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊരു വലിയ പ്രൊമോഷനാ കൊടുത്തത്.
അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമായിരിക്കും നിങ്ങളും ചെയ്യും വിചാരിക്കും. നമ്മളോട് ഇപ്പൊ ഞാനൊരു സ്റ്റാറ്റസ് ആര് ചോദിക്കാനാ, അല്ലെങ്കിൽ എന്റെ ഒരു ഇൻകം പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെന്നോട് ചോദിക്കാൻ, ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരാളുമായിട്ട് വലിയ കണക്ഷനോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെയൊക്കെ പോസ്റ്റർ കണ്ടിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ ആ എന്നോട് പോലും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ചെയ്യുന്നത്, നിന്റെ പോസ്റ്റർ അവരുടെ കണ്ടല്ലോ, അവര് സ്റ്റാറ്റസ് തരുന്ന കണ്ടല്ലോ, എന്താ ചെയ്യുന്നത്, നല്ല വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാറ്റസ് ഇടുക, നമ്മുടെ മാക്സിമം നമുക്ക് ചെറിയ ഇൻകം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കിട്ടുന്നത് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ അല്ലെ, അതൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തിലോ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡൗൺലൈൻസ്. ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്തേക്കുന്നവർ തന്നെത്താൻ പ്ലാൻ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അപ്ലൈന്റെ സഹായത്തോടുകൂടി അല്ലെ, ഞാൻ അതാണ് നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും നമ്മൾ അപ്ലൈനോട് പറയണം, എനിക്ക് ഇന്നവരോട് സംസാരിക്കാനുണ്ട്, നിങ്ങൾ എപ്പോഴും ഒന്ന് ഫ്രീ ആണെന്ന് കോൺഫറൻസിൽ ഇടാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് പെർമിഷൻ ചോദിച്ചു ഞാൻ ഇന്ന ഒരാളെ കൂട്ടിയിട്ട് വരട്ടെ, ഞാനൊരു ഡ്രസ് ചെയ്തിട്ട് ചെമ്മണ്ടൂരിന്റെ അപ്പൊ നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ. ഇന്നിപ്പോ ഞാൻ ചെല്ലമ്മ എന്ന് പറഞ്ഞ ഒരു മേഡത്തിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നേരത്തെ പെർമിഷൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ അവർ തിരക്കില്ലാണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതുപോലെ ഒരു പെർമിഷൻ നമ്മൾ ഇന്ന സമയത്ത് ചെല്ലുന്നുള്ളൊരു അനുവാദം മാത്രം വാങ്ങിച്ചു വെച്ചിട്ട് അപ്ലൈ ലീഡറിന്റെ കൂടെ നിങ്ങൾ എന്താക്കുക, പ്ലാൻ പറയാനായിട്ട് പോവുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ഡൗൺലൈൻസ് വരുത്തി വെക്കുന്ന കുറെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് പോയ സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ അവിടെ മേഡത്തോട് അങ്ങനെ പറയരുതെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. അവിടെ ഇരുന്നിട്ടല്ല, തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്ലാൻ പറയുന്ന സമയത്ത് അപ്ലൈ ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പ്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിങ്ങനെയല്ലാട്ടോ പറയേണ്ടത് എന്നിട്ട് അവിടെ വെച്ച് തിരുത്തരുത്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയല്ലാട്ടോ ഇങ്ങനെ മാറ്റി പറയണോട്ടോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ലീഡേഴ്സ് പുതിയതായിട്ട് വരുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ അപ്ലൈന്റെ ഒരു ഹെൽപ്പ് കുറച്ച് നാളത്തേക്ക് ഒരു 3-4-5 പ്രാവശ്യം എന്ന് വെച്ചിട്ട് എപ്പോഴും അപ്ലൈൻ വന്നാലേ പ്ലാൻ കൊടുക്കുള്ളൂ എന്നുള്ള മാനസികാവസ്ഥ കൊള്ളില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. നമ്മളെന്താണ്, നമ്മുടെ കൂടെ 1-2 പേര് വന്ന് കഴിയുമ്പോൾ നമ്മളൊരു ലീഡർ ആയല്ലേ, പിന്നീട് നമ്മളാണ് അവരുടെ കൂടെ സപ്പോർട്ടിന് പോകേണ്ട ആൾക്കാർ. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ കൂടെ ഒരു 3-4-5 പേര് വരുമ്പോഴത്തേനും എന്തായാലും നമ്മൾ ഫിസിക്കലായിട്ടോ ഡിജിറ്റലായിട്ടോ ഒക്കെ ഒരു 10-15 പ്ലാൻ കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മുടെ കൂടെ ഒരു 3-4-5 പേര് എന്തായാലും ഉണ്ടാവുക അല്ലെ. ഒരു 15-20 പേർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഒരു 5 പേരെങ്കിലും ഒക്കെ കിട്ടുക. അപ്പോഴേക്കും നമ്മൾ എന്താവണം, ഈ 15 പേരൊക്കെ അല്ലെങ്കിൽ 20 പേരൊക്കെ അടുത്ത് പ്ലാൻ പറഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സിന് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഹെൽപ്പ് വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മുടെ താഴെയുള്ളവർക്ക് പ്ലാൻ പറയാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും മാറാനും തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ടോ? എന്താണ് എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? ചാറ്റ് ബോക്സിൽ വന്നേ. ഓക്കെ, അപ്പൊ ക്ലിയർ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് വേറെ ഒന്നുമില്ല, ഇനി ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ അഭിപ്രായം പറയാനുള്ള ഒരു സമയം തരാം. അപ്പൊ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, പുതിയതായിട്ട് പ്ലാൻ ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളവരെല്ലാവരും എന്ത് ചെയ്യാം, ഹൗസ് മീറ്റിംഗ് നടത്താനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഹൗസ് മീറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹൗസ് മീറ്റിംഗ് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ ഹൗസ് മീറ്റിംഗ് എന്താണെന്നുള്ളത്? ഹൗസ് മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ഫിജിക്കാരുടെ ഏതൊരു രീതിയിൽ നമ്മൾ പ്ലാൻ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതും നമുക്ക് കുറെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റുന്നതും തീർച്ചയായിട്ടും ഹൗസ് മീറ്റിംഗിലൂടെയാണ്. അപ്പൊ ഓരോ ലീഡേഴ്സ് ഇപ്പൊ അത് ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ ലീഡേഴ്സ് ചെയ്യേണ്ടത് ഹൗസ് മീറ്റിങ്ങുകൾ മാക്സിമം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു റിലേഷന്റെ പുറത്ത് അല്ലെ, ഒരു ബന്ധത്തിന്റെ പുറത്ത് വളർന്നു പോകുന്ന ഒരു ബിസിനസ് ആണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹം ഉണ്ടാവണം, പരസ്പരം ഒരു കരുതൽ ഉണ്ടാവണം, പരസ്പരം സഹായിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഹൗസ് മീറ്റിംഗിലാണ്. കാരണം അപ്ലൈൻ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ സഹായത്തിന് വരുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പല ഡൗട്ടുകൾ അവരോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. ആപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ആപ്പിനെ പറ്റിയുള്ള കാര്യം ചോദിക്കാൻ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം, ഹൗസ് മീറ്റിംഗിൽ നമ്മളൊരു 10 പേര് കൂടുതൽ എന്തായാലും വേണം, ഒരു 10 പേര് മാക്സിമം ഒരു 10 പേര് വരുന്ന ഗസ്റ്റുകളെ നിങ്ങൾ വെക്കുക. ഒരു 3-4-5 പേരൊക്കെ ആയിട്ട് നമ്മളൊരു ഹൗസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. അവിടെ നിങ്ങളുടെ അപ്ലൈന്റെയും നിങ്ങളുടെ പ്ലാൻ പറയാൻ പറ്റുന്ന ഒരു അസംബ്ലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു ഹൗസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. അവിടെ നിങ്ങളുടെ അപ്ലൈൻ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുക, നിങ്ങൾ അവരെങ്ങനെയാ അത് പറയുന്നത്. ഒരു 2-3 ഹൗസ് മീറ്റിംഗ് നടത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ പ്ലാൻ പറയാൻ ഒരു കോൺഫിഡൻസ് ആകും. അപ്പൊ ഒരു 10 പേര് വന്നൊരു മീറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 പേര് നിങ്ങളുടെ കൂടെ ചേരുന്ന ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട അതിനകത്തുനിന്ന് ഒരു 5 പേരാണ് ഓക്കെ എന്നെങ്കിലും പറയുള്ളൂ. അതിൽ നിന്നും ഒരു 2 പേരായിരിക്കും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയും ചെയ്യുള്ളൂ അല്ലെ.
അപ്പൊ ഈ 10 പേരെ വിളിച്ച് 10 പേരും ചേർന്നില്ല എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് 10 പേരെ വിളിച്ചു, ഈ 10 പേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു, അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമുക്ക് ഒരിക്കലും നമ്മൾ ഡൗൺ ആകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഹൗസ് മീറ്റിംഗ് വെച്ചിട്ട് വന്ന എല്ലാവരും ജോയിൻ ചെയ്ത കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ നെഗറ്റീവുകൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവുകൾ കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുക. കാരണം നിങ്ങൾ ഒരുപാട് പണിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് ഒന്നും, നോ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഫിജിക്കാരന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഫിജിക്കാരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൾക്കാർ നിങ്ങളെ കളിയാക്കും. ഹസനാ സാറിനെയൊക്കെ ബോച്ചയുടെ ആള്, ചെമ്മണ്ണൂരിന്റെ ആളെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. എന്നെയും പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാട്ടോ, ഇപ്പൊ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്ത സമയത്ത് ആളുകൾ ഇതെല്ലാം മാറ്റി. അപ്പോ നമ്മൾ ഇപ്പൊ സന്ധ്യ മേഡം ഇട്ട സമയത്താണ് ഞാൻ ഓർക്കുന്നത്. സന്ധ്യ മേഡത്തിനെയൊക്കെ ജമ്പനും തുമ്പനും ഒരു ബൈക്കിന്റെ പുറത്താണ് നമ്മുടെ സുദർശൻ സാറും സന്ധ്യ മേഡം എപ്പോഴും വർക്കിന് പോകുന്നത്, ഫിസിക്കൽ വർക്കിന് പോകുന്നത്. അപ്പൊ എന്നോട് സന്ധ്യ മേഡം എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ വണ്ടിയുമ്പോ കയറി പോണ കാണുമ്പോഴത്തേനും എല്ലാവരും പറയും ജമ്പനും തുമ്പനും പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതേ രീതിയിൽ പല ഓമന പേരുകളും ഒക്കെ നിങ്ങൾക്ക് വീഴും. കോച്ച് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചമ്മണ്ടൂരിന്റെ ഏറ്റവും അടുത്ത ആള്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പല പേരുകളും നിങ്ങൾക്ക് വരും. ഹസനാ സാറിനും ഉണ്ടായിരുന്നു. അതുപോലെ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഒരു സേഫ് സോണിൽ ഇരുന്നിട്ട് ചെയ്യാൻ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് കേൾക്കാത്തത്. നെഗറ്റീവ് കേൾക്കുമ്പോൾ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ സുദർശൻ സാറിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല, അവർ അത്രയും ആളുകൾ അവര് അത്ര ആ ഒരു സ്പിരിറ്റ് എടുത്തോളം ഞങ്ങൾ ജമ്മിന് മുമ്പിലാണ് കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ചല്ലേ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡിൽ എടുത്തത് കൊണ്ട് ഇപ്പോൾ ഉള്ള ഗുണം എന്താ? അവർ ഫാമിലി ആയിട്ട് നല്ലൊരു രീതിയിൽ ഒരു ഏൺ ചെയ്യുന്നുണ്ടല്ലേ, നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ടല്ലേ. ഇന്നിപ്പോ അവരെ കളിയാക്കിയ പല ആളുകളും പിന്നെ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പൊ അവര് ചെയ്യുന്ന പോലെ സുദർശൻ സാറിനെ ഒന്ന് വർക്കിന് വരുമോ, സന്ധ്യ മേഡം ഒന്ന് വർക്കിന് വരുമോ എന്ന് വിളിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ ആരും എന്തും ചെയ്തു കൊടുക്കുന്ന സമയത്ത് കളിയാക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ, ഇതൊന്നും ചെയ്ത് വിജയിക്കില്ല എന്നൊക്കെ പറയാൻ തളർത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതൊന്നും കേട്ട് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. നമുക്കാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്, നമുക്ക് വിജയിക്കാനുള്ള ഒരു വഴിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് മുമ്പോട്ടേക്ക് ഇറങ്ങാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഹൗസ് മീറ്റിങ്ങുകൾ വയ്ക്കുക. ഹൗസ് മീറ്റിംഗിൽ നമ്മുടെ ലീഡേഴ്സിനെയും കൊണ്ട് സംസാരിപ്പിക്കാനും, അതുപോലെ അതൊക്കെ എന്ന് വെച്ചാൽ ഹൗസ് മീറ്റിംഗ് വയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അയൽവക്കത്തുള്ളവരെ അറിയും നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, അതിൽ അവൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവര് നമുക്കത് നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് കാണുന്ന ഷംല മേഡത്തിന്റെ വീട്ടിൽ ഞങ്ങൾ 2 പ്രാവശ്യം വർക്കിന് പോയിട്ടുണ്ട്, ഹൗസ് മീറ്റിംഗ് ആയിട്ട് തന്നെ. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ മേഡം അത് അവിടെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് അവർ പറയാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തോ ഒരു കാര്യത്തിൽ ഷംല ചെന്ന് ജോയിൻ ആയിട്ടുണ്ട്, അവിടെ കുറെ ആളുകൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് അവിടെയുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും എന്താണ് ഷംല ഇന്നലെ വീട്ടിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവർക്ക് പറയാൻ മടിയുള്ള ഒരാളായിരിക്കും, അവരായിരിക്കും ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ അവർക്കത് പറയാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും അവരോട് വേറെ ആരെങ്കിലും പറയുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തായാലും അവരോട് ചോദിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള കോൺടാക്റ്റിൽ വേറൊരു ടീമിലേക്ക് പോവാണ്ടൊക്കെ ഇടാൻ എപ്പോഴും ഹൗസ് മീറ്റിംഗ് വയ്ക്കുന്നത് ഉപകാരപ്രദമാകും. അപ്പൊ നല്ല രീതിയിൽ ചെയ്യുക. കാരണം ഫിജിക്കാർഡ് അത്രയും ഫാസ്റ്റ് ആയിട്ട് വലിയ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. നമ്മുടെ ചെറിയ ചെറിയ മടികൾ കാരണം ഇനി അവരെന്ത് വിചാരിക്കുന്നു നമ്മുടെ വളരെ ചാബല്യം നിറഞ്ഞ ചിന്താഗതികൾ കാരണം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ കോൺടാക്റ്റുകളായിരിക്കും. അവരിലൂടെ വരാൻ പോകുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ NSDM ആകേണ്ടുന്ന ആളുകളൊക്കെ വരേണ്ട ഒരു കോൺടാക്ട് ആയിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും നമ്മൾ ഫിജിക്കാർഡിൽ മടി ഓർക്കേണ്ട ആവശ്യമില്ല. പരാജയപ്പെട്ടു പോകുന്നു, നോ കേൾക്കുന്നു, ഇതൊന്നും നമ്മൾ വിചാരിക്കണം. കാരണം ജീവിതത്തിൽ വിജയത്തിൽ നിന്നല്ല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് അല്ലെ, പരാജയപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പരാജയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായോ? പരാജയത്തിൽ നിന്നാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതെന്താണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പരാജയം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് പരാജയത്തിന് വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത്, വിജയിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴും നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം പഠിച്ചിട്ട് എന്താകാം, വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഒരാൾ നോ പറഞ്ഞു എന്നാൽ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാണ്ടിരിക്കുക. കാരണം അങ്ങനെ ഉപേക്ഷിച്ചു പോയവരൊക്കെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം വന്നിട്ടുള്ള ആൾക്കാരാണ്. നേടിയെടുത്ത ആളുകൾ ഓരോ പരാജയം എന്ന സമയത്ത്, ഓരോ നോ കേൾക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുമ്പോട്ട് പോയത് കൊണ്ടാണ് എല്ലാവരും വിജയിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ എന്താക്കുക, ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ മീറ്റിംഗിലും ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കേണ്ടതാണ്. പക്ഷെ ഈ മീറ്റിംഗിൽ പ്രത്യേകിച്ചും നിങ്ങൾ ക്യാമറ ഓൺ ആക്കി ഇരിക്കണം. കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട് ചെയ്യാനും നിങ്ങൾക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ സക്സസ് ആവും എന്നുള്ള തോന്നൽ കുറച്ച് നാൾ മുമ്പ് ജോയിൻ ചെയ്ത ആളുകൾക്കാണെങ്കിലും ഉണ്ടാവും.
എല്ലാ മീറ്റിംഗും ക്യാമറ ഓൺ ആക്കി ഇരിക്കണം. പിന്നെ നമുക്ക് അറിയാം AOP അല്ലെ, AOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അറിയേണ്ടത് ഇതിപ്പോ വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ നിർത്താൻ പാകത്തിന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതാണ് അല്ലെ. പക്ഷെ AOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നിന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, എന്താണ് വിജയിച്ച ആളുകളുടെ കാര്യങ്ങളും അവരുടെ ഇൻകം ഒക്കെ കാണിച്ചു തന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ഒരു സെഷനാണ്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. DOP അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്കറിയോ BOP എന്താണെന്ന് അറിയോ? എപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിൽ എറണാകുളം BOP, കണ്ണൂർ BOP, തലശ്ശേരി BOP, മലപ്പുറം BOP എന്ന് വേണ്ട എല്ലാ, വയനാട് BOP, എല്ലാ തൃശ്ശൂർ BOP എന്ന് പറഞ്ഞിട്ട് എല്ലാ BOP-കളുടെയും പോസ്റ്റർ വരുന്നുണ്ടല്ലേ ഫിസിക്കലായിട്ട്. ഇതെന്തിനാണ്? കമ്പനിക്ക് വല്ല ഇതുണ്ടായിട്ട് ഇങ്ങനെ അടിച്ചിടുന്നതാണോ? ഇവിടെയൊക്കെ ഈ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? കുറച്ച് പേര് പോയി കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ വന്ന പുതിയ ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയോ? BOP-കൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ പെരുമ്പാശ്ശേരിയിലുള്ള ലീഡേഴ്സിന് വേണ്ടിയിട്ട് സ്വപ്നമ്മയുടെ ഒരു മീറ്റിംഗ് കിട്ടിയ സമയത്ത് സ്വപ്നമ്മയുടെ പറഞ്ഞൊരു കാര്യമുണ്ട്. BOP എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഉത്സവമാണെന്നാ പറഞ്ഞത്. എനിക്ക് എന്തോ വല്ലാത്തൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് BOP-കളിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. കാരണം ആ മേഡത്തിനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷം കൊണ്ട് ഇത്രയും കോടികളിലേക്ക്, ഒരു 3-3.5 കോടി രൂപയിലേക്ക് എത്തിച്ചത് BOP-കളാണ്. മനസ്സിലായോ? ആ മേഡത്തിന് പ്ലാൻ പറയാൻ അറിയില്ല, മറ്റുള്ള കാര്യങ്ങൾ കമ്പനിയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പക്ഷെ ആളെന്ത് ചെയ്യും? ആള് പ്ലാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ BOP ഹാളിൽ ഇരുത്തും. അവിടെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാർമാര് പറയുന്നത് കേട്ടിട്ട് കേട്ടോ, മനസ്സിലായോ എന്ന് ചോദിച്ച് അവരെന്ത് ചെയ്യും? പിറ്റത്തെ BOP വരുന്നതിന് മുമ്പായിട്ട് അവരെ ഐഡിയ ആയിരിക്കും. എന്നിട്ട് അവരോട് പറയും നീ വേറെ ആളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ടുവരുന്ന അടുത്ത BOP-യിലും വരും. അങ്ങനെ എല്ലാ BOP-യിലും കുറെ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് സെയിലാക്കി അടുത്ത BOP-ക്ക് മുമ്പേ സ്വപ്ന മേഡം അത് സെയിലാക്കുന്നുള്ളതാണ്. നമ്മളും BOP-യിൽ ചിലപ്പോ ഇപ്പൊ ഫിസിക്കലായിട്ട് നടക്കുന്ന BOP-യിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഡിജിറ്റലായിട്ട് എല്ലാ ഞായറാഴ്ച നമുക്ക് മലയാളം BOP ഉണ്ട്. അതുപോലെ പല ലാംഗ്വേജിലും, ഇംഗ്ലീഷിലും, ഹിന്ദിയിലും, കന്നഡയിലും ഒക്കെ നമുക്ക് എന്തുണ്ട്, തമിഴിലും ഒക്കെ BOP-യിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനി എത്ര വലിയ അവസരമാണ് നമുക്ക് ഓപ്പൺ ആക്കി ഇട്ട് തരുന്നത്. നമ്മൾ തമിഴ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ മലയാളികളോട് മാത്രമേ പ്ലാൻ പറയാവുള്ളൂ, മലയാളികൾക്ക് മാത്രമേ ചേരാവുള്ളൂ, അല്ലെങ്കിൽ മലയാളികളെ മാത്രം ചേർക്കാനുള്ള ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നുള്ളൂ, അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? ഒരിക്കലും കമ്പനി എല്ലാ ലാംഗ്വേജിലുള്ള ആളുകളെയും നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള BOP-കൾ നമുക്ക് കമ്പനി തരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഉപയോഗപ്പെടുത്തുന്നവർ ഒരുപാട് പേരുണ്ട്. അതാണ് ഒരു 100% ആളുകളിൽ 100% ആളുകളും വിജയിക്കാത്തത് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഹിന്ദിയിൽ പ്ലാൻ പറയുന്ന അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന എത്രയോ ആളുകൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. തമിഴ് അറിയുന്ന എത്രയോ പേരും നമ്മുടെയൊക്കെ കോൺടാക്റ്റിൽ ഉണ്ടാവും അല്ലെ. എല്ലാവരുടെയും കോൺടാക്ട് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളവരും ഉണ്ടാവും. അപ്പൊ നമ്മുടെ മുമ്പിൽ വലിയൊരു അവസരം കിട്ടുന്ന സമയത്ത് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് അറിയാൻ പാടില്ലാണ്ട് പലപ്പോഴും നമ്മൾ അത് നഷ്ടപ്പെടുത്തി കളയാണ്. അപ്പൊ അതുകൊണ്ട് BOP എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ജില്ലകളിലും തന്നെ, ഞായറാഴ്ചകളിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ ഉള്ളത് കൂടുതലും കണ്ണൂർ, ആലപ്പുഴ, അതുപോലെ എറണാകുളം സൈഡിലുള്ള ലീഡേഴ്സ് ആണ്. അപ്പൊ നമുക്കൊക്കെ എല്ലാ ഞായറാഴ്ചകളിലാണ് BOP-കൾ നടക്കുന്നത്. ഫിസിക്കൽ BOP-കൾ അതൊരു ഉത്സവമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ടീമിനെ കൊണ്ട് പോവുക, ടീമിന്റെ കൂടെ ഒന്ന് നടക്കാനും അവരുടെ കൂടെ സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചെലവ് ചെയ്യാനും അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലെ, ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കൂടെ വന്നവരുടെ ഫോണിൽ ആപ്പ് ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ അവർക്ക് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നത് എപ്പോഴും നമ്മൾ ഫിസിക്കലായിട്ടും കൂടുമ്പോഴാണ്. അപ്പൊ അതിനുള്ള ഒരു സമയം സന്ദർഭമൊക്കെ ആയിട്ട് നമ്മൾ എന്താക്കാം, ഓരോ BOP-കളും ഉപയോഗപ്പെടുത്തുക. വെറുതെ നമ്മൾ മാത്രം പോയതുകൊണ്ട് കാര്യമില്ല. നമ്മളാ പോകുന്നത് നമുക്ക് ബെനിഫിറ്റ് ആകുന്നത് എപ്പോഴാണ്? നമുക്കൊരു 2 ജോയിനിങ്സ് നടക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ ആ വരുന്നവരോട് പറയാം ഒരാളെ കൂട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കൂട്ടുകയും അവരെ ഒന്ന് ഫോളോ അപ്പ്, അടുത്തൊരു BOP-ക്ക് മുമ്പായിട്ട് അവരെ ഫോളോ അപ്പ് എടുക്കാനും അതിനുശേഷം അവരിലൂടെ അടുത്ത BOP-ക്ക് വേറെ 2 പേരെ കൊണ്ടുവരാനും അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ, ഇത് കേട്ടിരിക്കുന്ന പോലെ എളുപ്പമല്ല ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കേട്ടിരിക്കാനും പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഇതൊന്ന് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇത് അതിനേക്കാൾ സിമ്പിൾ ആണെന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് ചില ആളുകൾക്ക് കേട്ടിരിക്കുമ്പോ അയ്യോ അങ്ങനെ ഇങ്ങനെയാന്ന് ഫീൽ ചെയ്യും. ചില ആളുകൾ കേട്ടിരിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്കൊന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എത്ര സിമ്പിൾ ആണെന്നറിയോ വിജയ് ചെയ്യാൻ. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. ആള് വേറൊരു ബിസിനസ് കൂടെ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് വേറൊരു ബിസിനസ് ചെയ്തു തുടങ്ങിയിരുന്നു. ആ ബിസിനസ് സത്യം പറഞ്ഞാൽ ആള് നിർത്തി എന്നുള്ളതാണ്. കാരണം ആ ബിസിനസ്സിൽ ആൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി 10,000 മുടക്കണം. അതിന്റെ മെഷീൻസും സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും കാര്യങ്ങൾ മുടക്കണം. അതോടൊപ്പം തന്നെ ആള് തന്നെ അതിനകത്ത് എഫേർട്ട് എടുത്ത് ആളുകളുടെ വീടുകളിൽ അത് ഡെലിവറി ചെയ്യണം. ഇതേപോലെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആളതുകൊണ്ട് എന്താക്കി, ആ പരിപാടി അവിടെ നിർത്തി.
അല്ലെ? ആള് പറഞ്ഞത് ഫിജിക്കാർട്ട് പോലെ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയില്ല. ഫിജിക്കാർട്ട് ചെയ്ത് വരുമാനം വാങ്ങിച്ച ഒരാളും വേറെ ഒരു ജോലിയും ചെയ്യില്ല എന്നാ പറഞ്ഞത്. ഇത്രയും സിമ്പിൾ ആണ് ഫിജിക്കാർട്ട് ചെയ്യാൻ. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് പല ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നു? നമ്മളത് ഇഷ്ടപ്പെട്ടല്ല ചെയ്യുന്നത്. ഇത് എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല പറ്റില്ല, ഇത് അവർക്കേ പറ്റുള്ളൂ, അവർക്കേ വിജയിക്കാൻ പറ്റുള്ളൂ, അവർക്കേ സംസാരിക്കാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ പല ആളുകളുടെയും ഉള്ളിൽ വന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റാത്തത്. ഇത് ചെയ്ത് വിജയിച്ച എല്ലാ ആളുകളും നമ്മളെക്കാൾ ബുദ്ധിമുട്ടി ജീവിച്ച ആളുകളാണ്. അല്ലെ? സ്വപ്ന മേഡത്തിന്റെ കഥ നമുക്കറിയാം, രഞ്ജിലാൽ സാറിന്റെ കഥ നമുക്കറിയാം. എന്താണ് ഒരു പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ സ്വർണ്ണമില്ലാണ്ടിരുന്ന സമയത്തൊക്കെയാണ് ആളുകൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പ്രായമായ ഒരു ആൾക്ക് പെങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് ഒരു തരി സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കാം അച്ഛന്റെയും ആങ്ങളുടെയും ഒക്കെ ഒരു ബുദ്ധിമുട്ട്, അല്ലെ? ആ ഒരു സമയത്തൊക്കെ അവർ ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ. പക്ഷെ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അവർ ചെയ്തുകൊണ്ടാണ് അവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. അതുപോലെ നമുക്കും ഇത് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യം, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യണം, ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ഏർണിങ്സ്, നമ്മുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എത്രമാത്രം സമ്പാദിച്ചിട്ട് അതിൽ എത്രമാത്രം നമുക്ക് ബാലൻസ് ഉണ്ട് എന്നൊന്ന് നോക്കുക, അല്ലെ? അപ്പോ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് കോടികളിലേക്ക് എത്താനുള്ള ഒരു ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. അതിന് BOP-കൾ നമുക്ക് 1 രൂപ ചെലവില്ലാണ്ടാണ് നമുക്ക് BOP-കൾ കമ്പനി വെച്ചിരുന്നത്. ഇപ്പൊ സക്കീർ സാറിനോടും സുദർശൻ സാറിനോടും അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജയാമേടും അസ്മാമേടും ഒക്കെ ഇവിടെയൊക്കെ പ്രോഗ്രാമുകൾ വെച്ച് അവരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് അതിനൊക്കെ ഒരു ചെലവ് വന്നിട്ടുണ്ട്. പക്ഷെ കമ്പനി BOP-ക്ക് നമ്മൾ പോകുന്നതിന് നമുക്ക് ഇതിന് ചെലവുണ്ടോ? അതും 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് കമ്പനി BOP ഉപയോഗിക്കുന്നത്. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പോയി ഇരുന്നത് കേട്ടിട്ട് പോരാ, അല്ലെ? നമ്മളല്ലാണ്ട് നമ്മളൊരു പ്രോഗ്രാം വയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ചെറിയ പിരിവും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ കമ്പനി നമുക്കൊരാൾക്ക് ചെലവില്ലാണ്ട് പല അവസരങ്ങളും തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ പ്ലാൻ പറഞ്ഞു വെച്ചിരിക്കുന്നവരെ, നമ്മൾ പ്ലാൻ പറഞ്ഞവരെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് എടുക്കുക. നമ്മൾ പ്ലാൻ പറഞ്ഞു പോയി എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഇവര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യില്ല, മനസ്സിലായോ? കാരണം അതിനേക്കാൾ കൂടുതലായിട്ട് പ്ലാൻ പറയാൻ അറിയാവുന്നവരും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുമായിട്ട് കണക്ഷൻ ഉള്ള മറ്റുള്ള ആളുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് പോകും. അതുകൊണ്ട് ഞാനാണ് ആദ്യം പ്ലാൻ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരാളോട് പ്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഫോളോ അപ്പ് എടുക്കണം. അതൊരിക്കലും അവരെ വെറുപ്പിക്കാത്ത രീതിയിലായിരിക്കണം. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫോളോ അപ്പ് എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകരുത്. അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് എന്തായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസുകൾ, വരുമാനം കിട്ടിയ പോസ്റ്റുകൾ, ഇതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് അടുത്ത ദിവസം പറയാം കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് എല്ലാം കൂടെ നമ്മൾ പറയാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നീണ്ടുപോകും. അതുകൊണ്ടാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് നല്ലൊരു ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ പ്ലാൻ പറഞ്ഞു വെച്ചിരിക്കുന്നവരെ എല്ലാവരെയും നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഡിജിറ്റലായാലും ഫിസിക്കലായാലും നമ്മൾ ഗസ്റ്റുകളെ പ്രോഗ്രാമിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരെ നമ്മുടെ കൂടെ നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ ടീമിലുള്ളവരും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു BCP സെഷനിലൂടെ എനിക്ക് നിങ്ങളിലേക്ക് തരാനുള്ളത്.